സോറി ഗൈസ്, പേഴ്സണലായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുപോലെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഭയങ്കര സൗണ്ടാണ്, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കും ചാനലിൽ പ്രൈവറ്റ് ഒന്നും കൊടുക്കുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടിയാലേ ഞങ്ങൾ നോക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുമായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലടാ. ഞാനാണെങ്കിൽ 2 വീഡിയോ, പെണ്ണുങ്ങളോട് എങ്ങനെ ഹൈ വാല്യൂ ആയിട്ട് ബിഹേവ് ചെയ്യണം തുടക്കത്തിൽ, അതുപോലെ റിലേഷൻഷിപ്പിൽ എങ്ങനെ ചോയ്സായിട്ട് ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് 2 സ്റ്റേജിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ട് ഒരു 10-17 മിനിറ്റ് റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കൂടെ റെക്കോർഡ് ചെയ്താലേ ഇടാൻ പറ്റൂ. ഞാനാണെങ്കിൽ ഇപ്പോഴും അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്ത് അപ്പോഴാണ് ആലോചിച്ചത്, ഇനിയും 10-20 മിനിറ്റ് കളയുന്നതിനേക്കാളും ചെറിയ ടോപ്പിക്ക്, ഒരു കമൻറ്റ് റിപ്ലൈ അല്ലെങ്കിൽ ഒറ്റ ചെറിയ ടോപ്പിക്ക് അങ്ങനെ ഡെയിലി ഡെയിലി ഇടാമെന്നൊരു ഐഡിയയിൽ ഞാനിപ്പം വീഡിയോ ഇടുവാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതെനിക്ക് ഓക്കെ എന്ന് തോന്നുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഡെയിലി വീഡിയോ ഇടാമെന്നൊരു ഐഡിയയിലിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തോ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, പൊതുവെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പെണ്ണുങ്ങൾ എപ്പോഴും റിജക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത്. ഓക്കെ, നിങ്ങളെക്കാളും ഭംഗി കുറഞ്ഞ പെണ്ണായിരിക്കും, കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകും. പക്ഷേ വേറൊരു പെണ്ണ് നിങ്ങളെക്കാളും ഭംഗിയുള്ള പെണ്ണായിരിക്കും, ചിലപ്പോൾ നിങ്ങളോട് ലവറായിട്ട് സംസാരിച്ചില്ലെങ്കിലും നിങ്ങളോട് പല്ലുവേന എങ്ങനെയുണ്ട് അല്ലെങ്കിൽ തലവേന മാറി ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് ജസ്റ്റ് മിണ്ടുമായിരിക്കും, പരിചയത്തെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എടി എന്നെക്കാളും ഭംഗിയുള്ള പെണ്ണിന് ഇതില്ല, നിനക്കെന്ത് ജാടയാടിയെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഒരു ഭംഗിയില്ലാത്ത പെണ്ണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങൾ എത്ര ഭംഗിയുള്ളതായാലും ചില പെണ്ണുങ്ങൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. ചില പെണ്ണുങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളെ കൊല്ലാൻ വരും. ഓക്കെ, എന്തിനാ മെസ്സേജ് ഇട്ടാൽ, നീ എന്നെ മുമ്പേ കണ്ടിട്ടുണ്ടോ, പിന്നെ എന്തിനാ അറിയാത്തവർക്ക് മെസ്സേജ് ഇടുന്നതെന്ന് ചോദിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല നടക്കുന്നത്, പ്ലേ ബോയ്സ് ആയിട്ടുള്ള ആണുങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ പ്രൊഫൈൽ സെറ്റാക്കി വെച്ചാൽ, ഓക്കെ, ഹയർ വാല്യൂ ആയിട്ട് പ്രൊഫൈൽ സെറ്റാക്കി വെച്ചാലും ചില പെണ്ണുങ്ങൾ റിപ്ലൈ തരത്തില്ല, മൈൻഡ് ചെയ്തില്ല. അപ്പം പെണ്ണുങ്ങൾ മിക്സായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, പെണ്ണുങ്ങൾ നിങ്ങളെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളിനി അവർക്ക് കിട്ടിയത് വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളായാൽ പോലും ചില പെണ്ണുങ്ങൾ അപ്പോഴും നിങ്ങളെ ഒഴിവാക്കും. ഓക്കെ, മനസ്സിലായോ? അതെന്തെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസിനെ വീണ്ടും താഴോട്ട് കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടി, അതായത് ഞാനിപ്പം അപ്രോച്ചിൻ്റെ സൈക്കോളജി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് മുമ്പേ തന്നെ വേറെ വീഡിയോയിൽ പെണ്ണുങ്ങൾ വാല്യൂ വെച്ചാണ് നമ്മളെ ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചില ഗേൾസ് നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതുവരെ പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പേടിച്ചിരുന്ന ആളുകൾ വരെ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വന്നതായിട്ട് അറിഞ്ഞായിരുന്നു. ഇതുവരെ അപ്രോച്ച് ചെയ്യാൻ പേടിച്ചിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ അപ്രോച്ച് ചെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ അപ്രോച്ചിൻ്റെ വീഡിയോകൾ 1-2 ഇട്ടായിരുന്നു, പഴയ ചാനൽ, ഈ ചാനൽ. അതൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാനൊക്കെ തുടങ്ങി, റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ അറിഞ്ഞായിരുന്നു. ആ ക്രഷിനോട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി, ചോയ്സുള്ള ആളായിട്ട് പെരുമാറാൻ തുടങ്ങി, ചേസിൽ നിന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ക്രഷ് മിണ്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഡേറ്റിങ്ങിൽ നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അപ്രോച്ചിന് വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ഗേൾസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ജയിച്ചാലും, ഇപ്പോൾ 11ാമത്തെ നിങ്ങളെക്കാൾ ഒരു വിലയില്ലാത്തത് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോയെന്ന് വെച്ചാൽ, ഓക്കെ, ഒരു പിച്ചക്കാരനെ പോലെ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോയാലും നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ 9 റിസൾട്ട് കിട്ടിയത് മറന്നിട്ട് നിങ്ങൾ ആ 10ാമത്തെ പെണ്ണ് അവോയ്ഡ് ചെയ്ത് പോയതുകൊണ്ട് നിങ്ങളുടെ മൊത്തം കോൺഫിഡൻസ് പോവും. അതുവരെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മൊത്തം പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നാളെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര വാല്യൂ ഉണ്ടെങ്കിലും നിങ്ങൾ സിമ്പിൾ അല്ലെങ്കിൽ, അതായത് നിങ്ങളിപ്പം ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ തെറ്റായിട്ടൊന്നും ബിഹേവ് ചെയ്യുന്നില്ല, എല്ലാം കറക്റ്റായിട്ട് അവൈലബിലിറ്റി എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നത്, നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നത്, നിങ്ങൾ നല്ല ഫണ്ണി ആയിട്ടുള്ള കരിഷ്മാറ്റിക്കുള്ള ആളാണ് എങ്കിൽ പോലും ഒരു 30% വെച്ചോ ഈ ഗേൾസ് നിങ്ങളെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിന് പല റീസണുണ്ട്. അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും പെണ്ണുങ്ങൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പെണ്ണുങ്ങളുടെ ഈഗോയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ എണ്ണം ഗേൾസ് ആയിരിക്കും നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നത്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ അതുവരെ ഉണ്ടാക്കിയ മൊത്തം കോൺഫിഡൻസും, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 30% എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. ഓക്കെ, 100%, അതായത് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ജയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്നത്, തമാശ പറയുന്നത്, ഇങ്ങോട്ട് റിപ്ലൈ തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, ഇങ്ങോട്ട് താങ്ക് യു പറയുന്നത് വെച്ചാൽ, ഓക്കെ, അതെല്ലാവരും 100 ഗേൾസായിട്ട് എടുത്താൽ അതിൽ 70 ഗേൾസ് നിങ്ങൾ കോംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ താങ്ക് യു പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളോട് മിണ്ടുന്നത്, അങ്ങനത്തെ രീതിയിൽ പോകുമ്പോൾ വെറും 30% നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇല്ല നീ അത്ര വലിയ ആളൊന്നും അല്ല, നീ വെറും സാധാരണയാണ്, അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറുമെന്ന് വെച്ചാൽ, ഓക്കെ, വെറും 30 പെണ്ണുങ്ങൾ നിങ്ങളോട് പെരുമാറി ഉള്ള കോൺഫിഡൻസോടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈഗോയെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാവും. അപ്പം A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പെണ്ണുങ്ങളുടെ ഈഗോയെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടോ, ഏകദേശം 1-2 പോയിൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം പെണ്ണുങ്ങൾക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈഗോയെക്കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരാണ് വരുമെന്ന് വെച്ചാൽ, ഓക്കെ, അതായത് ഒരു 1000 ഫോളോവർ ഉള്ള ഒരു പെണ്ണ്, ഓക്കെ, ഒരു 15,000 ഫോളോവർ ഉള്ള ഒരാണ് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂട്ടത്തിൽ മൊത്തം 5 പെണ്ണുങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ ഈ പെണ്ണിന്
ഇപ്പം നമ്മൾ ആണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ പറയുമല്ലോ, അതായത് ഇച്ചിരി തള്ളും പൊങ്ങച്ചമൊക്കെ മിക്സ് ചെയ്ത് പറയുമല്ലോ. മറ്റേ പെണ്ണ് എന്നെ അവോയ്ഡ് ചെയ്ത് ഞാൻ അവളെ ബ്ലോക്ക് ചെയ്ത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു റിലേഷൻ ബ്രേക്ക് ആയാലും കൂട്ടുകാരൊക്കെ ചോദിക്കും നിങ്ങളെന്തോ പറയുന്നത്, ഞാനടാ അവളെ ബ്രേക്കപ്പ് ചെയ്തതെന്ന് പറയും. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വില പോകുന്നുള്ളൊരു ഫീലാണ്. നിങ്ങളിപ്പോൾ ഒരു ഫാഷൻ ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ച് നോക്കി, കൂട്ടുകാരിൽ എല്ലാവരും പറയാണ് മച്ചാ ഇത് ചേരത്തില്ലടാ, ഇത് നിനക്ക് ഫിറ്റല്ലടാ എന്ന് പറയുമെന്ന് വെച്ചോ. നിങ്ങളെ കളിയാക്കാതെ സാധാരണ പോലെ പറഞ്ഞാലും നിങ്ങളെന്ത് ചെയ്യും, നിങ്ങൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. കാരണം ഇതിലെല്ലാം കോറായിട്ടുള്ളത് നമ്മൾ സംഘജീവികളാണ്. ഓക്കെ, ഇതാണ് മെയിൻ മാറ്റർ ഇതാണ്. ഓക്കെ, സൈക്കോളജിക്കൽ അല്ലാതെ തന്നെ ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ ഇമ്പോർട്ടൻറ്റാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിഗിനിങ് സ്റ്റേജിൽ തുടക്കത്തിൽ ഇപ്പം ഒരു പയ്യനെ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, ഇവളെന്ത് ചെയ്യും, ചെന്ന് പെണ്ണുങ്ങളോട് പറയും, കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളോട് പറയും ഞാൻ കമ്മിറ്റഡായി, എൻ്റെ പയ്യനെ കണ്ടോന്ന് പറഞ്ഞാൽ ചെന്ന് പറയുമെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ബിഗിനിങ് സ്റ്റേജാണ്. ഞാൻ മുമ്പേ ഒരുപാട് തവണ ബിഗിനിങ് സ്റ്റേജിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ അറ്റാച്ച്മെൻറ്റ്, അടുപ്പം അതൊന്നുമില്ല. ഓക്കെ, ഒരു 100% അട്രാക്ഷൻ ലെവൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ കണക്ഷൻ ഇല്ല, അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒന്നുമില്ല, ബോണ്ടും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ പറയുന്നു വെച്ചോ, ഇനി അവ ഹൃത്തിക് റോഷനായിട്ടിരുന്നാലും കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ അയ്യേ കൊള്ളത്തില്ല, അവൻ്റെ പല്ല് നോക്ക് വിടവ്, അല്ലെങ്കിൽ പുരുക നോക്ക് പൊണ്ണ് മാതിരി, അങ്ങനെ എന്തെങ്കിലും പറയുന്നു വെച്ചോ. ഓക്കെ, കണ്ട അപ്പടിയെ ഗേ മാതിരി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയുന്നു വെച്ചോ. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവൾ കൺഫ്യൂഷൻ ആയിപ്പോൾ, അതായത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കൊരു ഇത് കിട്ടത്തില്ല എന്നുള്ളൊരു ഫീൽ വരും. ഓക്കെ, അതുപോലെ തന്നെ വേറെ കാര്യം, ഇപ്പം ഇവിടെ പറയേണ്ട കാര്യം, അതായത് കൂട്ടത്തിലുള്ളവരൊന്നും എന്നെ അംഗീകരിക്കത്തില്ല, അപ്പോൾ ശരി ഇതങ്ങ് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ അവൾ വേറൊന്നും ആലോചിക്കത്തില്ല, രണ്ടാമതൊന്നും ചിന്തിക്കാതെ നിങ്ങളെ വേണ്ടെന്ന് പറയും. എന്താ വെച്ചാൽ ഈ കൂട്ടത്തിലുള്ളവരുടെ ഒരു ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ, ഇത് ഈഗോയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഫ്രണ്ട് സർക്കിളിൻ്റെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൂട്ടത്തിലുള്ള ഇപ്പം 5 പേരടങ്ങുന്ന ഗ്രൂപ്പാണെന്ന് വെച്ചോ, അതിൽ 3 പേരെങ്കിലും, അതായത് പകുതി കൂടുതൽ ഓക്കെ ആളുകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അവളെന്ത് ചെയ്യും, അതിനെ ഒഴിവാക്കും. ഓക്കെ, തുടക്കത്തിലുള്ളവരെ ഞാൻ പറയുന്നത്, നിനക്ക് ചേരത്തില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ. പക്ഷേ ഇത് തന്നെ ആഫ്റ്റർ ദ റിലേഷൻഷിപ്പ് കഴിഞ്ഞാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. അതായത് ഒരു 2 വർഷത്തെ റിലേഷൻഷിപ്പാണെന്ന് വെച്ചോ, ആ പയ്യൻ ടോക്സിക് ആയിട്ടുള്ള പയ്യനാണെങ്കിൽ പോലും ചിലപ്പോൾ ആ പയ്യൻ കഞ്ചാവ് അടിക്കുന്ന പയ്യനായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും കൊന്നിട്ടുള്ള പയ്യനായിരിക്കും. ഓക്കെ, പക്ഷേ അവർ തമ്മിൽ ബിഗിനിങ് സ്റ്റേജിൽ റിലേഷൻഷിപ്പ് ആയിട്ട് നല്ല അടുപ്പത്തിലായതുകൊണ്ട് 100% ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ആ പെണ്ണ് അവനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നാട്ടുകാർ, വീട്ടുകാർ, പോലീസ് കേസോ എന്ത് വന്നാലും ലോകത്താർ പറഞ്ഞാലും അവൾ അവനെ വേണ്ടെന്ന് പറയത്തില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗിനിങ് സ്റ്റേജ് വരെ റിലേഷൻഷിപ്പ് സ്റ്റേജ് വരെ ഇത് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണക്ഷനോട് വന്നു കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരും. ഞാൻ പറയുന്നത് തുടക്കത്തിൽ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളൊരു കാര്യം പറഞ്ഞു. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം ബസ് കണ്ടക്ടറായിട്ടുള്ള പയ്യന്മാരെയൊക്കെ പെണ്ണുങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ സോഷ്യൽ സർക്കിളിൽ ഒരുപാട് ബന്ധങ്ങളുള്ള പയ്യന്മാരൊക്കെ, ഒരുപാട് കൂട്ടുകെട്ടുകളുള്ള പയ്യന്മാർ, എവിടെ ചെന്നാലും എല്ലാവർക്കും അറിയാവുന്ന പയ്യന്മാരൊക്കെ, എല്ലാവരുമായിട്ട് നല്ല പരിചയത്തിലുള്ള പയ്യനോടൊക്കെ പെണ്ണിന് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇവനെ ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വില കൂടുമെന്ന് പെണ്ണിനൊരു ഉള്ളൊരു ചിന്തയാണ്. ഓക്കെ, അതായത് ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാവർക്കും ഇവനെ ഇഷ്ടമാണ്, അപ്പം ഇവൻ്റെ പെണ്ണായിട്ട് ഞാൻ നിന്നാൽ ഓക്കെ എനിക്കും വില കിട്ടും. ഓക്കെ, കൂട്ടത്തിൽ എനിക്കും വില കിട്ടും എന്നൊരു ഫീൽ കിട്ടും. മനസ്സിലായേ? അതുപോലെ ഫ്രണ്ട് സർക്കിളിൽ കാണിക്കുമ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ്, അപ്പോൾ ഇവനെ ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വില കുറച്ചുകൂടെ കൂടുമെന്നൊരു ഫീൽ കിട്ടും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ കാണാൻ കൊള്ളത്തില്ല. ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങളുടെ ലുക്കൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഒരു ലുക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഒരുപാട് താഴെയാൻ തോന്നുമ്പോൾ അപ്പം തന്നെ അവൾ ചിന്തിക്കും ഇവനെ തിരഞ്ഞെടുത്താൽ എൻ്റെ വില പിന്നെയും കുറയും. ഓക്കെ, അതായത് നിങ്ങളൊരു നോക്കിയ ഫോൺ കൈ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ വില കുറഞ്ഞ പോലെ തോന്നും, ഐഫോൺ കിട്ടിയാൽ നിങ്ങളുടെ വില കൂടുന്ന പോലെ തോന്നും. ഓക്കെ, ആ സെയിം പ്രോസസ്സ് തന്നെ. അപ്പം ഇനി ഞാൻ ഈഗോയെക്കുറിച്ച് പറയാം. ഇപ്പോൾ പെണ്ണുങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു പയ്യൻ നല്ല ഫോളോവറുള്ള ഒരു പയ്യൻ വന്നെന്ന് വെച്ചോ, പയ്യൻ വന്നിട്ട് ഇപ്പോൾ മെസ്സേജ് ഇട്ട് അവൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു പയ്യനെ കാണുമായിരിക്കും, അവൻ ചിലപ്പോൾ നോക്കുമായിരിക്കും, ഇവളെ റിജക്റ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഇവൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വലിയ ചാടയിൽ പറയും, കണ്ടോ ആ പയ്യൻ എന്നെ ലൈൻ അടിക്കാൻ വന്നായിരുന്നു, എൻ്റെ നമ്പർ ചോദിച്ച് ഞാൻ അവനെ റിജക്റ്റ് ചെയ്ത്. അതായത് റിജക്റ്റ് ചെയ്യുമ്പോൾ വലിയ ആളാന്ന് തോന്നും. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട വേറെ കാര്യം, ഈഗോ എങ്ങനെ വർക്കാവുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു കേസിൽ റിജക്റ്റ് ചെയ്തിട്ട്
ഈഗോ വരുമല്ലോ. ഈ ഒരു സംഭവത്തിൽ റിജക്റ്റ് എങ്ങനെ വർക്കാവുമെന്ന് വെച്ചാൽ ഒരുപാട് പോയിൻ്റ് ഉണ്ട്. ഞാനിപ്പം ആവശ്യമുള്ളൊരു പോയിൻ്റ് മാത്രം പറയാം. നമ്മൾ കഷ്ടപ്പെട്ട് ഒരാളെക്കാളും ടോപ്പിലെത്തുന്നതിനേക്കാളും അയാളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ അയാളെക്കാളും വലുതാണെന്ന് തോന്നും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പോൾ എനിക്ക് മോഹൻലാലിനെ ഒട്ടും ഇഷ്ടമല്ലെന്ന് വെച്ചോ, ഓക്കെ. അപ്പോൾ മോഹൻലാൽ എന്നെക്കാളും വലുതാണെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടെന്ന് വെച്ചോ, ഓക്കെ. അപ്പോൾ ഞാൻ വലിയ ഈഗോ ഉള്ള ആളാണെന്ന് വെച്ചോ, അതായത് മോഹൻലാൽ എന്നെക്കാളും വലിയ ആളാണ്, ഓക്കെ. ഞാനും മോഹൻലാലും ഇരിക്കുമ്പോൾ മോഹൻലാലിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊരു ചിന്ത എനിക്കുണ്ടെന്ന് വെച്ചോ, ഓക്കെ. അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല, ഞാൻ അയാളുടെ മുമ്പിൽ ഒന്നുമല്ല, എന്നാലും പറയുവാണ്. അപ്പം ഞാൻ അത്ര ഒരു നാർസിസിസ്റ്റ് പോലെ ഒരു സൈക്കോ ക്യാരക്ടറാണെന്ന് വെച്ചോ ഞാൻ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോഹൻലാലിനെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതായത് മോഹൻലാലിനെ തോൽപ്പിക്കണമെന്ന് ചെയ്യാം, മോഹൻലാലിനെ നല്ലപോലെ അഭിനയിച്ച്, മോഹൻലാലിനെക്കാളും നല്ലതുപോലെ അഭിനയിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട് മോഹൻലാലിനേക്കാളും വലുതാണെന്ന് എൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നതിനേക്കാളും എളുപ്പം എന്താണെന്ന് വെച്ചാൽ, മോഹൻലാൽ ഇപ്പോൾ എന്നോട് മിണ്ടാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ മോഹൻലാൽ എനിക്ക് ഷേക്ക് ഹാൻഡ് തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പോയി കൈ കഴുകും. അതായത് മോഹൻലാൽ എന്നെക്കാളും താഴെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്യാം, മോഹൻലാലിനെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചോ, ഓക്കെ. മോഹൻലാൽ അപ്പം എന്നെക്കാളും താഴെയായി, ഓക്കെ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു കാര്യം, ഓക്കെ. അപ്പോൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർക്ക് അവരുടെ ഈഗോ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് എനിക്കൊരു വിലയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വാലിഡേഷൻ ഗേൾസിൻ്റെ കാര്യം, ഓക്കെ. വാലിഡേഷൻ ഗേളിനെ കുറിച്ച് മുമ്പ് പഴയ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, എന്നാലും പറയുവാണ്. ചില പെണ്ണുങ്ങളുണ്ട്, എല്ലാ പയ്യന്മാരും ചുറ്റും അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കും. അവൾക്ക് നീ കൊള്ളാം, നീ ഏതുടുപ്പിട്ടാലും കൊള്ളാം, നീ എന്ത് വെച്ചാലും കൊള്ളാം, ഓക്കെ. നീ നിന്നാലും കൊള്ളാം, ഇരുന്നാലും കൊള്ളാം, കിടന്നാലും കൊള്ളാം എന്നൊരു അത്ര സുഖിപ്പിച്ച് വയ്ക്കുമ്പോൾ ഒരു യഥാർത്ഥ ഒരാണെന്ത് ചെയ്യും, വന്നിട്ട് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഉടുപ്പാന്ന് ഇഷ്ടമല്ലെന്ന് പറയും, നീ പറഞ്ഞ ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയും, ഓക്കെ. ഇങ്ങനെ സംസാരിക്കല്, റെസ്പെക്റ്റ് തരാതെ സംസാരിക്കില്ല, അങ്ങനെ ആണെങ്കിൽ നിന്നെ ഞാൻ ലൈഫിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറയുമായിരിക്കും. അപ്പോഴെന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതവൾക്ക് വലിയൊരു അടിയായിരിക്കും. 99 പയ്യന്മാരും പുറകെ വരുന്നത് എല്ലാം അംഗീകരിച്ച് വരുന്നു, എല്ലാം കേട്ട് തലയാട്ടി തരുന്നു. അപ്പോൾ ഈ പയ്യൻ മാത്രം എന്താ ഇങ്ങനെ? ഈ പയ്യൻ അവളെ റിജക്റ്റ് ചെയ്താണ്. ലോകത്തൊരു പെണ്ണില്ലെങ്കിലും നിന്നെ വേണ്ട, ഞാൻ നിന്നെ ഒരു പെണ്ണായിട്ടേ കാണുന്നില്ല എന്നൊരു രീതിയിൽ ഇവൾ അവോയ്ഡ് ചെയ്ത് പോയിക്കാണ്. ഇവളുടെ ഈഗോയെ ഒരുപാട് ബ്രേക്ക് ചെയ്താണ്, ഓക്കെ. അപ്പോൾ അത്രയും വലിയൊരു വിഷമമുള്ളതുകൊണ്ട് ഒരു സുഖം കിട്ടാൻ വേണ്ടി അവളുടെ ഈഗോയെ ഫീഡ് ചെയ്യണം, ഓക്കെ. അതായത് ഈഗോയെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പം സന്തോഷത്തിന് ഫീഡ് ചെയ്യാമെന്ന് വെച്ചാൽ, സന്തോഷം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക, കോമഡിയൊക്കെ കാണുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ സന്തോഷത്തിന് നമ്മൾ ഫുഡ് കൊടുത്ത് വളർത്തുന്ന പോലെ ആ ഒരു ഐഡിയ, ഓക്കെ. അപ്പോൾ ഈഗോയ്ക്ക് ഒരു ബാലൻസ് കൊടുക്കണം. അതിനുവേണ്ടി ഇവളെന്ത് ചെയ്യും, കൂടുതൽ പയ്യന്മാരെ, ഇപ്പോൾ സാധാരണ പാവം പിടിച്ച നമ്മളെപ്പോലുള്ള പയ്യന്മാരെ പുറകെ നടത്താൻ നോക്കും. കാരണം അവൻ്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള പാവം പയ്യന്മാരെയൊക്കെ എന്ത് ചെയ്യും, പുറകെ നടത്തി അതിൽ നിന്ന് സുഖം കണ്ടുപിടിക്കും, ഓക്കെ. അങ്ങനെ അവരുടെ ആ കുറഞ്ഞ ഈഗോയെ എങ്ങനെയെങ്കിലും നേരെ നിർത്താൻ നോക്കും. അവരുടെ മൈൻഡ് വീണ്ടും നേരെ ഒന്ന് പിടിച്ച് നിർത്തി സമാധാനമായിട്ടിരിക്കാൻ നോക്കും, ഓക്കെ. അപ്പോൾ പെണ്ണുങ്ങൾ അവരുടെ ഈഗോ, ഒരു കോൺഫിഡൻസ് കട്ടിയായിട്ട് നിർത്താൻ വേണ്ടി, ഓക്കെ, കട്ടിയായിട്ട് നിർത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യും. അവളെക്കാളും ഭംഗിയുള്ളൊരു പയ്യൻ വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ അവരൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അവൾക്ക് അവളുടെ വാല്യൂ തന്നെ കൂടുതലാണെന്ന് ചിന്തിക്കും, മനസ്സിലായോ? പെണ്ണുങ്ങൾ എപ്പോഴും അവരുടെ ഇൻസെക്യൂരിറ്റി കയറാൻ സമ്മതിക്കത്തേയില്ല. നിങ്ങൾ നോക്കിയാൽ മതി, നല്ല കറുത്ത പെണ്ണുങ്ങളായിരിക്കും. അവരുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോയി നോക്കിയാൽ മദാമയെ പോലെ വെളുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും കൊടുത്ത്, അതുപോലെ മറകുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് നോക്കും. ഒരു ചെറിയ കുരു വന്നാലും അതെല്ലാം ഇത് ചെയ്യും. ഒരുപാട് മേക്കപ്പ് ഇട്ടേ വെളിയിലിറങ്ങും. ഒരുപാട് സമയങ്ങളെ എന്തിനു വെച്ചാൽ ഇൻസെക്യൂരിറ്റി വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പയ്യൻ അവളെ അവോയ്ഡ് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ കഷ്ടപ്പെട്ട് ആ പയ്യൻ്റെ പുറകെ പോയി അവനെ ഇമ്പ്രസ് ചെയ്ത് ചെയ്യാനോ അല്ലെങ്കിൽ അത്രയൊന്നും പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ, വേറൊരു പയ്യൻ വരുമെന്ന് വെച്ചോ. വേറെ പയ്യൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ തന്നെ അവൾക്കിപ്പോൾ ഒരു വില കിട്ടാൻ വേണ്ടി അവൾ എന്ത് ചെയ്യും, നോർമലി അവൻ പുറകെ നടക്കത്തില്ലായിരിക്കും. അവൻ ചിലപ്പം ഇച്ചിരി പൈസക്കാരനായിരിക്കും. തുടക്കത്തിൽ പൈസക്കാരനാണെങ്കിൽ അട്രാക്റ്റ് ആവണമല്ലോ സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ. അതായത് ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ ലുക്ക് കൂടുതലാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും ഇവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവനെ അവോയ്ഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞ് നടക്കും. അതായത് കണ്ടോ, എന്നെ ഇത്ര വലിയൊരു പയ്യൻ എന്നെ ഫോളോ ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് പ്രപ്പോസ് ചെയ്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ ഇന്നൊന്ന് അവൻ പ്രപ്പോസ് ചെയ്ത് ഞാൻ റിജക്റ്റ് ചെയ്ത്, ഇങ്ങനെ പറഞ്ഞിട്ട് ജാട കാണിച്ചുകൊണ്ടിരിക്കും, ഓക്കെ. ഇങ്ങനെ എന്ത് ചെയ്യും, ഫ്രണ്ട് സർക്കിളിൽ ഒരു വിലയും കിട്ടും. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടല്ലോ കൂട്ടത്തിൽ, നമുക്കൊരു വിലയാണ്, നമുക്ക് എല്ലാവർക്കും ചിന്തയുണ്ട്. അപ്പോൾ അത് വേറൊരു കാര്യം, ഓക്കെ, മനസ്സിലായോ?
അപ്പോൾ ഈ രീതിയിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, നല്ലൊരു പയ്യൻ വന്നാലും ഓക്കെ, എല്ലാം കൊണ്ടും നല്ലൊരു പയ്യൻ വന്നാലും, ഇപ്പോൾ നല്ല പൈസക്കാരൻ പയ്യൻ വന്നാലും അല്ലെങ്കിൽ ഹൃത്തിക് റോഷനായിട്ടുള്ള ഒരു പയ്യൻ വന്നാലും എന്ത് ചെയ്യുന്നു വെച്ചാൽ റിജക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സന്തോഷം എടുക്കും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പണി എടുക്കാതെ ഒരു പയ്യനെ അവോയ്ഡ് ചെയ്താൽ ആ പെണ്ണിന് എന്ത് ചെയ്യും, ഉള്ളിൽ വലിയ ആളായെന്നുള്ളൊരു ചിന്ത വരും. ഓക്കെ, ഞാൻ മുമ്പേ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കഷ്ടപ്പെട്ട് പണി ചെയ്ത് മോഹൻലാലിനേക്കാളും വലിയ ആളാവണം, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ട്രീമറിനേക്കാളും വലിയ ആളാവണം ചിന്തിക്കുന്നതിനേക്കാളും ഞാൻ എന്ത് ചെയ്യും, അവരെ താഴ്ത്തി പറഞ്ഞിട്ട് ഞാൻ വലിയ ആളാവണം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ മതി, പെണ്ണുങ്ങൾ റീലിടുന്ന എല്ലാ ബോഡി ഷേപ്പ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സബ്മിസീവ് ആയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ കാണിച്ചുകൊണ്ടിടും. ഓക്കെ, അല്ലാതെ ഒരു ജിമ്മിൽ പോകുന്ന ഒരു റീലിടുന്നതൊക്കെ വളരെ കുറച്ച് പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ഡാൻസിങ് പാഷനായിട്ട് അതിനെക്കുറിച്ച് ഇടുന്നത്, പടം വരയ്ക്കുന്നത്, ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഇടുന്നത് വളരെ കുറച്ചായിരിക്കും. ഇതിനെ ആണുങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്തിട്ട് സക്സസ് ആവുന്നതിനേക്കാളും ഓക്കെ പെട്ടെന്നൊരു ഇത് ചെയ്തിട്ട് സക്സസ് ആവണമെന്ന് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇതേ രീതിയിൽ പെണ്ണുങ്ങൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ട് വലിയൊരാളായി ഫ്രണ്ട് സർക്കിളിൽ വില വരണം, ഓക്കെ, കഷ്ടപ്പെട്ട് ജിമ്മ് ബോഡിയൊക്കെ വരുത്തിയിട്ട് അതിൽ നിന്ന് ഫോളോവർ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തിട്ട് ഫോളോവർ കൂട്ടി വലിയ ആളാവണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം, ഒരു ജെനുവൻ സത്യസന്ധമായിട്ടൊരു 1000 ഫോളോവറിനെയൊക്കെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈസി ആയിട്ടുള്ളൊരു വഴി ഇരിക്കുമല്ലേ, ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പേര് കിട്ടുന്ന കാര്യം അവളെക്കാളും വാല്യൂ ഉള്ളതിനെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യും, അവൾക്ക് തന്നെ എന്തിനും ഇപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, നിങ്ങളല്ല പറഞ്ഞ ഹൈ വാല്യൂ വന്നാലേ ഇഷ്ടപ്പെടുമെന്ന്, പിന്നെ എന്തിനാ ഹൈ വാല്യൂവിനെ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കും. പെണ്ണുങ്ങളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ചോയ്സ് ഉള്ള ആൾ ചിന്തിക്കുന്ന വേറൊരു രീതിയിലാണ്. ഓക്കെ, അവൾക്ക് തന്നെ അറിയാം 2-3 എണ്ണത്തിനെ എനിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി 2-3 എണ്ണത്തിനെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു, ആണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ച വേറെ ഇതിനെ എനിക്ക് കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അവൾക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം 1-2 എണ്ണത്തിനെ അവോയ്ഡ് ചെയ്താലും ഞാൻ പോരെ നിറഞ്ഞ് നിന്ന് പോകത്തില്ല എന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിലുണ്ട്. അതാണ് കോൺഫിഡൻസ്. മനസ്സിലായി? അപ്പം ഇത് സത്യമാണ്, പെണ്ണുകൾ അവരുടെ ഈഗോയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളെ റിജക്റ്റ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞുതരാം. ഇനി വേറെ കാര്യം, ഇതേ ഗേൾസ് തന്നെ ഈ വേറൊരു പയ്യൻ റിജക്റ്റ് ചെയ്ത്, ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ തുടക്കത്തിൽ വേറൊരു പയ്യൻ റിജക്റ്റ് ചെയ്തായിരിക്കും, വേറെ ഹൈ വാല്യൂ പയ്യൻ റിജക്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ നോർമൽ വാല്യൂ ആയാലും അവൻ റിജക്റ്റ് ചെയ്യുമ്പോൾ അവൻ ഹൈ വാല്യൂ എന്ന് തോന്നിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അതായത് അവളുടെ അത്രയും ഭംഗിയുള്ളതായിരിക്കും, അവളെക്കാൾ ഇച്ചിരി ഭംഗി കുറഞ്ഞ പയ്യനായാൽ പോലും അവളോട് ഒരു ആറ്റിറ്റ്യൂഡിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നെങ്കിൽ അത് അവളെ വലിയൊരാളായിട്ടൊന്നും കാണുന്നില്ല, ഒരുപാട് കോംപ്ലിമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും, കൊള്ളുന്നെങ്കിൽ കൊള്ളുമെന്ന് പറയും, അവൾ പറയുന്നതെല്ലാം സമ്മതിച്ച് കൊടുക്കത്തില്ല, എപ്പോൾ ഹെൽപ്പ് ചെയ്ത് വെച്ചാലും ചെയ്ത് കൊടുക്കത്തില്ല, അവൻ്റെ പ്രയോറിറ്റിയും കൂടെ കൊടുക്കും. അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവൻ ഹൈ വാല്യൂ ആവും. ഓക്കെ, മനസ്സിലായി? അതന്നെയാണ് ഞാൻ ഹൈ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴേ ഇതുപോലുള്ള പയ്യന്മാരെ റിജക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ, റിജക്റ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ വാലിഡേഷൻ ഗേൾസിൻ്റെ കാര്യം. വാലിഡേഷൻ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ പയ്യന്മാരെ റിജക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സുഖം എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തോട്ട് വരും. അതായത് അവർക്ക് നമ്മളെ വേണ്ട, നമ്മുടെ കോംപ്ലിമെൻറ്റ്, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ അവൈലബിലിറ്റി ഇതെല്ലാം നല്ല രീതിയിൽ കിട്ടണം. നമ്മളകന്നു പോയാൽ പിന്നെയും വരുമായിരിക്കും, വന്നിട്ട് വീണ്ടും അതായത് അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, അവരുടെ ഈഗോ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അവരുടെ ഈഗോയ്ക്ക് സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് വാലിഡേഷൻ ഗേൾ. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വേറെ കാര്യം ചെയ്യും. അതായത് വേറെ പെണ്ണുങ്ങളല്ല, അതേ പെണ്ണുങ്ങൾ തന്നെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന അതേ ഗേൾസ് തന്നെ ചില സമയത്ത് നേരെ തിരിച്ചും ചെയ്യും. അതായത് 5 പയ്യന്മാരോട് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ പെരുമാറും, വേറെ 5 പയ്യന്മാരോട് ഇപ്പോൾ പറയുന്ന പോലെ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇടുമ്പോൾ ചില പെണ്ണുങ്ങൾ ഭയങ്കര ദേഷ്യമായിരിക്കും, എന്തിനാണ് ഒന്ന് മെസ്സേജ് ഇടുന്നത്, അല്ലെങ്കിൽ ചെന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്യും, റിയലായിട്ട് ബസ് സ്റ്റാൻഡിൽ അവിടെ വെച്ചെല്ലാം ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടെ ഇന്ന് അതിൻ്റെ പ്രശ്നമാവും എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് വേറെ റീസൺ ഉണ്ട്. ഞാൻ പറയുന്നത് സൈക്കോളജിക്കലി നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് വരുന്ന 2 റീസണാണ് പറയുന്നത്. വേറെ അവളുടെ മൈൻഡ് ചിലപ്പം മാനസികാവസ്ഥ വേറെ രീതിയിലായതുകൊണ്ട് അങ്ങനെയും വരും, ചിലപ്പോൾ ക്യാരക്ടർ അതായതുകൊണ്ട് അങ്ങനെയും വരും. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കേസിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ നടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ സിനാരിയോ നിങ്ങളോട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണുമ്പോൾ ഒത്തിരി ലോയർ വാല്യൂ എന്ന് തോന്നുന്നു നിങ്ങളുടെ പ്രൊഫൈൽ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് മിണ്ടുമ്പോൾ നിങ്ങളുടെ ലുക്ക് ഇത് കാണുമ്പോൾ അവളെക്കാൾ ഒത്തിരി താഴെയാണെന്ന് തോന്നുമെന്ന് വെച്ചോ. ഈവൻ തോ നിങ്ങൾ ചിലപ്പം നിങ്ങൾ തന്നെ നോക്കുമായിരിക്കും, നിങ്ങൾക്ക് തോന്നുവാണ് അവൾ എത്ര ലുക്കുണ്ടോ അതേ ലുക്കിലാണ് ഞാൻ നിൽക്കുന്നത്, അവളുടെ ഡ്രസ്സിങ് എങ്ങനെയാണെന്നോ അങ്ങനെ തന്നെ ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവളെക്കാൾ കുറച്ചുകൂടെ ലുക്കിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ തോന്നിയാൽ പോലും വാല്യൂ തോന്നുന്നത് പല കാര്യത്തിലായിരിക്കും. ഓക്കെ, അവർക്ക് വാല്യൂ തോന്നുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ,
ഒരു ഗേളിന് എത്രത്തോളം ചോയ്സ് കൂടുന്നോ അത്രത്തോളം അവളുടെ വാല്യൂ കൂടും. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളെക്കാളും ഒരുപാട് ഭംഗിയുള്ള ബോയ്സിനെ കിട്ടുമെന്ന് വെച്ചാൽ അവർക്ക്, അപ്പോൾ അവരുടെ വാല്യൂ അവിടെയാണ് നിൽക്കുന്നത്. നിങ്ങളെക്കാളും ഒരു 30-40% കൂടുതലാണ് നിൽക്കുന്നത്. നിങ്ങളെ കാണാൻ രണ്ടുപേരെ ഒരുപോലെ ഉണ്ടെങ്കിൽ പോലും, മനസ്സിലായി? അപ്പോൾ നിങ്ങൾ പെരുമാറിയെ വിളയ്ക്കാൻ പറ്റുമല്ല. ചെന്ന ഉടനെ ഫസ്റ്റ് അപ്രോച്ച് തന്നെ നിങ്ങളോട് നല്ല രീതിയിൽ മിണ്ടിയെന്ന് വരത്തില്ല. അതുപോലുള്ള കേസിലൊക്കെ ഈ ഒരേ ഓഫീസിലുള്ളത്, ഒരേ സ്കൂളിലുള്ളത്, ഒരേ ജിമ്മിലുള്ളത്, സ്കൂൾ പറയില്ല, കോളേജ്, ഒരേ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഡെയിലി കണ്ട് മിണ്ടുന്ന ഇതുപോലത്തെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മുടെ ക്യാരക്ടറൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഹൈ വാല്യൂ ക്യാരക്ടർ, അത് വെച്ച് എന്ത് ചെയ്യും, കുറച്ച് നാൾ നമ്മൾ മിണ്ടുമ്പോൾ തന്നെ നമ്മുടെ ക്യാരക്ടർ മനസ്സിലാവും. നമ്മൾ ലോയർ വാല്യൂ അല്ല, നമ്മൾ സ്ട്രോങ് ക്യാരക്ടറാണെന്ന് മനസ്സിലാവും. പക്ഷേ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ലോയർ വാല്യൂ ആയിട്ട് തോന്നും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് മിണ്ടുന്ന ആൾ ലോയർ വാല്യൂ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനാണ് എന്നോട് മിണ്ടാൻ വന്നത്, എന്നോട് മിണ്ടേണ്ട എന്ത് കാര്യമുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ അറിയാത്ത ആളെന്തിനാണ് എന്നോട് മിണ്ടുന്നത് എന്നാ ചിന്തിക്കുന്നത്. ഓക്കെ, ഈവൻ നമ്മളായ പോലും. ഓക്കെ, ഇപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ പറയുവാണ്, ഇപ്പം നിങ്ങളെക്കാൾ ഒരു ഭംഗിയില്ലാത്തൊരു പെണ്ണ് നിങ്ങളോട് ഇങ്ങോട്ട് മിണ്ടാൻ വന്നെന്ന് വെച്ചു. ഓക്കെ, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല അവരോട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയി. വൈകുന്നേരം നിങ്ങൾക്ക് എവിടുന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു നടക്കും. നോക്കിയപ്പം ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടത്. അപ്പോൾ നിങ്ങളെന്തോ ചിന്തിക്കുന്നത്, അതാ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട കാട്ടുമാക്കത്തേലേ ഇവളെന്തിനാണ് എനിക്ക് മെസ്സേജ് ഇടുന്നത്, ഇവളെ ഞാൻ കണ്ടിട്ടുണ്ടോ, ഇവളെ എനിക്കറിയാമോ, ഇവളെന്തിനാ ഒരു കാര്യമില്ലാതെ ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഇടുന്നത്, ഇവൾക്ക് ആരെ ഇൻസ്റ്റാഗ്രാം കൊടുത്ത് എന്ന് ചിന്തിക്കും. ഓക്കെ, നേരെ കുറച്ച് ലുക്കുള്ള കേളാണ് എന്ത് ചെയ്യും, ഇതെല്ലാം നമ്മളായിരിക്കും ആലോചിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയും പോയി കണ്ടുപിടിക്കണം, അഥവാ കിട്ടിയാലും ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കും. ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ട് മെസ്സേജ് വന്നാൽ ലോട്ടറി അടിച്ചാൽ നമുക്കാണെന്ന് വിചാരിക്കും. മനസ്സിലായേ? അപ്പോൾ ഫസ്റ്റ് കാരണം ഇതാണ്, നിങ്ങളൊരു ഗേളിനോട് അങ്ങോട്ട് കൊണ്ടുമ്പോൾ അവൾ ദേഷ്യപ്പെടുന്ന, അല്ല ആരാ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഒരു ലോയർ വാല്യൂ, അതായത് അവളുടെ അത്ര വാല്യൂ ഇല്ലാത്തത് തോന്നും. ഓക്കെ, വെറുത്തില്ലാത്ത പോലെ തോന്നും, അതുകൊണ്ട് ചോദിക്കും. രണ്ടാമത്തേന്ന് വെച്ചാൽ, ഇതും നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്കല്ല, ഇതും അവളുടെ കയ്യിലെ മിസ്റ്റേക്കാണ്. അവളെ ഏർക്കനവേ, അതായത് ഓൾറെഡി ഒരു പയ്യൻ അവളെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുമായിരിക്കും, ഒരു പയ്യൻ അവൾക്ക് മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ ദേഷ്യം വന്നാൽ അതിനോട് ദേഷ്യം കാണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ദേഷ്യം വരുമ്പോൾ അവിടെ തീർക്കാൻ പറ്റത്തില്ല, നമ്മൾ വേറൊരു കാര്യത്തിൽ തീർക്കും. ഇങ്ങനെ നമ്മുടെ സ്വഭാവം. അതായത് ഒന്നിനോട് ദേഷ്യം വരുമ്പോൾ അതിൽ പറ്റുന്നില്ല, വേറൊരിടത്ത് പോയി തീർക്കും. ഇങ്ങനെ ക്യാരക്ടർ. ഇത് ഫീമെയിലിൻ്റെ മാത്രമല്ല, പക്ഷേ പെണ്ണുങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു പയ്യെ റിജക്റ്റ് ചെയ്യുക. അതായത് അവളിങ്ങനെ ചിന്തിക്കും, ഇവ എന്താ എനിക്ക് റിപ്ലൈ തരുന്നില്ല, ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചാൽ 20 മണിക്കൂർ കഴിഞ്ഞ് റിപ്ലൈ തരും, ഇങ്ങോട്ടൊന്ന് ഹായിട് റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി ടോർച്ചർ മൈൻഡ്. അത് അവളുടെ പേഴ്സണൽ കാര്യം. ഓക്കെ, അതെന്ത് ചെയ്യും, അതിൻ്റെ ദേഷ്യം എന്ത് ചെയ്യും, അപ്പോഴായിരിക്കും നമ്മളവിടെ ചെന്ന് ഹായ് ഇടാൻ ചെല്ലും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്തരം കലിപ്പ് നിൽക്കുമ്പം ഒരാളൊന്ന് ഹായ് ഇടുന്നത് എന്ത് ദേഷ്യമായിരിക്കും വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ നല്ല ധൃതിയിലേക്ക്, അപ്പോൾ ഏതാണ്ട് ഒരു EMI അടയ്ക്കേണ്ടതെന്ന് വെച്ചോ. ഓക്കെ, പൈസ എവിടെന്നെങ്കിലും മറിക്കാൻ വേണ്ടി നിൽക്കുമോ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് പറയാം, മച്ചാൻ ഞാനൊരു റീല് സെൻഡ് ചെയ്തിട്ടുണ്ടോ, ഒന്ന് കാണണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലായിരിക്കും എന്ന് വെച്ചാൽ, മനസ്സിലായോ? അതേമാതിരി അവൾ നല്ല കലിപ്പിയിരിക്കും, ദേഷ്യത്തിരിക്കും. അപ്പോൾ ചെന്ന് നിങ്ങൾ ഹായ് ഇടുമെന്ന് വെച്ചോ. അപ്പോൾ ഇതേതാ ഈ മാക്കാൻ എന്നുള്ള രീതിയിൽ, അതായത് ഒന്നാലോചിച്ച് നോക്ക്, ആരൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാലും കിട്ടാത്ത സാധനം ആരെയാണ്, നമുക്ക് കിട്ടാത്തതിനോട് താല്പര്യം വരത്തുള്ളൂ എപ്പോഴും. ഓക്കെ, വേറെ പെണ്ണ് ഇങ്ങോട്ട് എഫേർട്ട് എടുത്ത് ഒരുപാട് നിന്നാലും നമുക്ക് ആർക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ പറ്റുമോ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ എഫേർട്ട് എടുക്കുന്നത്, അത് നമ്മളോട് കുറച്ചേലും സ്നേഹം കാണിച്ചാലേ നമുക്ക് സന്തോഷം കിട്ടും. നമ്മളൊരു എഫേർട്ട് എടുക്കാതെ ഒരാൾ വന്നിട്ട് നമ്മളോട് എത്ര സ്നേഹം കാണിച്ചാലും നമുക്ക് സന്തോഷം വരത്തില്ല. മനസ്സിലായേ? അപ്പോൾ അവൾ നോക്കുമ്പോഴേ അവൾ വേറെ ഒരുത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇടയ്ക്ക് എഫേർട്ട് എടുത്ത് ഹായ് ഹലോ ഇട്ട് എന്താ പേരെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈസി ആയിട്ട് കിട്ടിയെന്ന് ചിന്തിക്കുക, മറ്റേ ആളിനെ പാടുപെട്ട് എങ്ങനെയും റെഡിയാക്കി എടുക്കണമെന്ന് ചിന്തിക്കുക. അപ്പോഴെന്ത് ചെയ്യും, നിങ്ങളോട് മോശമായിട്ട് പെരുമാറും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കളയേണ്ട കാര്യമുണ്ടോ? നാളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യം വീഡിയോ. ഓക്കെ, നാളെ എന്തായാലും നിങ്ങൾ ആലോചിച്ചേ പറ്റും. എന്നെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് താഴും. അപ്പോൾ നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി, ഇത് അവളുടെ പേഴ്സണൽ ഇത് നടന്ന കാര്യം. ഓക്കെ, ആ സമയത്ത് ഞാൻ ചെന്ന് കയറിയെന്നേ ഉള്ളൂ, ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കളയുന്ന കാര്യമല്ലോ. ഓക്കെ, മനസ്സിലായേ? ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കത്തില്ല. ഇത് നിങ്ങളുടെ കഴിവായിട്ട് ബന്ധപ്പെട്ടോ ഉള്ള കാര്യമല്ല. അവളുടെ പേഴ്സണൽ ഇതിൽ വേറൊരു പയ്യൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവൾ റിപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ആരുടെ മിസ്റ്റേക്ക്, നമ്മുടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. മിസ്റ്റേക്ക് മൊത്തം അവരുടെ സൈഡിൽ. അവർക്ക് ഒരു കാര്യത്തിൽ ദേഷ്യം വന്ന് ഓക്കെ മിണ്ടാൻ വന്ന് വേറെ ആൾ ദേഷ്യം തീർത്ത്, അത് അവരുടെ കാര്യം. മനസ്സിലായി? അപ്പോൾ നമുക്കവിടെ റിസൾട്ട് കിട്ടില്ലെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഇത് ഡൗൺ ആവില്ല, കോൺഫിഡൻസ് ഡൗൺ ആവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു സിറ്റുവേഷനിലും റിജക്ഷൻ പേഴ്സണലായിട്ട് നിങ്ങൾ എടുക്കില്ല. നിങ്ങളുടെ കഴിവേടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് എടുക്കല്. അപ്പം അവൾക്കൊരു മോശം അനുഭവം വന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ചില ഗേൾസൊക്കെ ആണെങ്കിൽ
ഈഗോയെ അതായത് ഈഗോയെ സന്തോഷിപ്പിക്കുന്നതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റഡ് ആവുന്നതിനേക്കാളും അവർക്ക് സന്തോഷം കിട്ടുന്നത് ഒരു 10 പയ്യന്മാരെ പുറകെ നടത്തുമ്പോഴായിരിക്കും അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഓക്കെ, അതായത് ഈഗോ 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗേളിനോട് പോയി നിങ്ങൾ മിണ്ടി അത് അവളുടെ സ്വഭാവം കാണിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവോയ്ഡ് ചെയ്തിട്ട് അടുത്ത ആളിനെ നോക്കി പോകണം. അത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഈഗോ അല്ലാത്തൊരു ഗേളിനെ കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഇൻസ്റ്റയിൽ അപ്രോച്ച് ചെയ്താലോ നേരിട്ട് അപ്രോച്ച് ചെയ്താലോ എങ്ങനെ നിങ്ങൾ എത്ര തികഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു 20 ഗേൾസിനോടൊക്കെ മിണ്ടിയാൽ ഒരു 2, 3, 5, 6 എണ്ണം വരെ 6, 7 എണ്ണം വരെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. ഓക്കെ, റിപ്ലൈ തരത്തില്ല. അവിടെ നിന്ന് നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് സാധാരണ കാര്യം. മനസ്സിലായി? ഇത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഇപ്പോൾ തമിഴിലൊരു ഡയലോഗുണ്ട്, എന്തുവാ, 10 റോജ പൊടുങ്ങുമ്പോൾ ഒരു മുള്ളു കുത്തതാ ചെയ്യും, അങ്ങനെ എന്തോ ഒരു ഡയലോഗുണ്ട്. അതായത് 10 റോജ പൊടുങ്ങുമ്പോൾ ഒരു മുള്ളു കുത്തതാ ചെയ്വോ, അങ്ങനെ അത് തന്നെ. അതായത് നിങ്ങളിപ്പോൾ ഒരു റോസ ചെടി നിൽക്കുമെന്ന് വെച്ചോ. ഓക്കെ, അതിൻ്റെ റോസാ ചെടിയൊക്കെ നിൽക്കുന്ന കാട്ടിൽ പോയി ഒരു 10 റോസാപ്പൂ പറിക്കുമ്പോൾ അതിലൊരു മുള്ളു കൈ കയറും. മനസ്സിലായോ? അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും 10 റോസാപ്പൂ പറിക്കുമ്പോൾ അടുത്ത മുള്ളു കൈ കൊള്ളും. ഓക്കെ, അത് തടയാൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലായോ? വേറെ ഇപ്പോൾ കൈതച്ചക്കയൊക്കെ പറിക്കുന്ന എക്സാമ്പിൾ വെച്ച് വേണമെങ്കിൽ പറയാം. ഓക്കെ, 2 എണ്ണം പറിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരെണ്ണം പിച്ചുമ്പോൾ മുള്ളു കൊള്ളും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഞാനൊക്കെ എത്ര അവോയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റിജക്റ്റ്. അപ്പോൾ എനിക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, ഇത് തമിഴ്നാട്ടിൽ നാഗർകോവിൽ എന്ന് പറയുന്നൊരിടത്ത്, ഓക്കെ, സൂര്യ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ഓക്കെ, അയാളോട്ട് എപ്പോഴും ഞാൻ സംസാരിക്കുമായിരുന്നു. ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. സമയം കിട്ടുമ്പോഴേക്ക് അയാൾ എപ്പോൾ ആക്റ്റീവ് ആകുന്നോ ഞാൻ പോയി ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അയാളെ മാത്രമല്ല പല ഈ പ്ലേ ബോയ് ടൈപ്പായിട്ടുള്ള ആണുങ്ങളൊക്കെ ഉണ്ട്. അവരെ പോയി ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന് നിർത്തിയിട്ട് പോടേ എന്ന് പറയുന്നവരെ ഞാൻ വിടാതെ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സിറ്റുവേഷൻ വന്നാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഡൗട്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരിതാണ്, എന്താ വെച്ചാൽ എപ്പോഴും നീ ഫണൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ തെളിഞ്ഞ് വരും. അതായത് അയാൾ പറഞ്ഞത്, ഇപ്പോൾ ഫണലിൽ കൂടെ ഫിൽറ്റർ ചെയ്യുമ്പം 1, 2, 5 അല്ല ഇടേണ്ടത്. 1, 2, 5 ഇട്ടാൽ അതിൽ നല്ലത് വളരെ കുറവായിരിക്കും. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 90, 100 എണ്ണം ഇടുമ്പം അതിൽ നിന്ന് ഒരു 10, 20 എണ്ണം നല്ല തെളിഞ്ഞ് വരും. അതിൽ നീ നിൻ്റെ കഴിവെല്ലാം നീ അവിടെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്ന 1, 2 എണ്ണമെങ്കിലും കിട്ടും ഉറപ്പെന്ന് പറഞ്ഞു. ഓക്കെ, അത് തന്നെ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോന്ന് വെച്ചാൽ, ഞാൻ വേറെ ഇത് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ കോമഡി നല്ലപോലെ അറിയാമെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ നല്ലപോലെ കോമഡി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ മറ്റേ പട്ടാളച്ചിട്ടുള്ള ഇപ്പോൾ ആർമിയിൽ നിന്ന് റിട്ടയറായ അപ്പൂപ്പന്മാർ ഒരു 20 അപ്പൂപ്പന്മാരെ പിടിച്ചിരുത്തിയിട്ട് അവിടെ നിങ്ങൾ കോമഡി പറയുമെന്ന് വെച്ചോ. എന്തുമായിരിക്കും? ലോകത്തിലെ ഏറ്റവും നല്ല കോമഡിക്കാരൻ വന്നാലും അവരെ ചിരിപ്പിക്കാൻ പറ്റത്തില്ല. അവരെന്തീ ചിരിക്കാതെ മറ്റേ ബലം പിടിച്ചിങ്ങനെ ഇരിക്കും. ഓക്കെ, മനസ്സിലായി? അതായത് അവർ കോമഡിയും പറയത്തില്ല, ചിരിക്കത്തുമില്ല. രാവിലെ എഴുന്നേറ്റാൽ പത്രം വായിക്കണം. ഓക്കെ, ഉച്ചയായ കഴിച്ചിട്ട് കിടക്കണം. ഇങ്ങനെ ഒരു അതായത് അവരുടെ ഇത് വേറെ. അപ്പം ഞാനിപ്പോൾ കോമഡി അറിയുന്ന ആളാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്താൽ എന്ത് പറ്റും, എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് ഇതിലോട്ട് പോകണം. ഓക്കെ, വേറെ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുന്നത്, ഞാനിപ്പം എൻ്റെ കയ്യിൽ ഒരു ചൂണ്ട ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു ചൂണ്ട. ഓക്കെ, ഈ ചൂണ്ട എടുത്ത് ഞാനാണെങ്കിൽ ഒരു കുളത്തിലിടുമ്പോൾ ആ ചൂണ്ടയിൽ കൊത്തുന്ന സൈസ് മീനുണ്ട്, കൊത്താത്ത സൈസ് മീനുണ്ട്. അതായത് ഈ ചൂണ്ടയുടെ വലിപ്പം വെച്ച് ചില മീനുകൾ അതിൽ കൊത്തത്തില്ല. ഓക്കെ, കൊത്താൻ പറ്റത്തില്ല. ചില മീനുകൾക്ക് അത് കൊത്താൻ പറ്റത്തുള്ളായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ചൂണ്ട ഇട്ടിട്ട് അതിലുള്ള മീനുകൾ ചിലതേ കൊത്തുന്നുള്ളൂ. ഓക്കെ, ചില ടൈപ്പ് മീനുകൾ മാത്രമേ കൊത്തുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് മീനെ ദിവസം കിട്ടുന്നുള്ളൂ വിചാരിച്ചു. ഒരു 50 മീനും കിട്ടുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ചൂണ്ട വെച്ച് ഈ കുളത്തിലുള്ള മീനിനെ എങ്ങനെ കൂടുതൽ മീനെ പിടിക്കണമെന്ന് ഞാൻ ആലോചിച്ചാൽ എന്ത് പറ്റും? അത് നടക്കത്തില്ല. കാരണം എൻ്റെ കയ്യിലുള്ള ചൂണ്ടയ്ക്കൊരു വലിപ്പമുണ്ട്. അതുപോലെ ചൂണ്ട കൊളുത്തുന്നതിന് അതിനൊരു ഒരു ഫിസിക്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട്, അതനുസരിച്ച് അത് വർക്കാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ചൂണ്ട ഉപയോഗിച്ച് കൂടുതൽ മീനിനെ എങ്ങനെ പിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ സമയം ചിലവാക്കുന്നതിനേക്കാളും അതേ സമയം തന്നെ ഞാൻ അടുത്തുള്ള പല കുളങ്ങളിൽ കൊണ്ടിടുമെന്ന് വെച്ചോ. ഓക്കെ, അടുത്തുള്ള പല കുളങ്ങളിൽ കൊണ്ടിടുമ്പോൾ പല ടൈപ്പ് മീൻ കാണും. ഓക്കെ, ഓരോ കുളത്തിൽ ഓരോ ടൈപ്പ് എൻ്റെ ചൂണ്ടയിൽ കൊള്ളുന്ന പോലത്തെ മീൻ കാണും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്ന ആ ടൈം ഞാൻ എന്ത് ചെയ്യും, പല കുളത്തിൽ കൊണ്ടിട്ടിട്ട് ഇരുന്നാൽ ഡെയിലി എനിക്ക് എന്ത് ചെയ്യും, മീൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതല്ലാതെ ഞാനിപ്പോൾ ആലോചിക്കുവാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ചൂണ്ടയുടെ സൈസിന് മാച്ച് ആവാത്ത മീനുകളെ എങ്ങനെ എനിക്ക് ഇതേ ചൂണ്ട വെച്ച് ഈ കുളത്തിൽ നിന്ന് പിടിക്കാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് പറ്റും? മനസ്സിലായോ? അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈസ് കൂട്ടണം. ഓക്കെ, ഇതാ മാറ്റർ. അപ്രോച്ച് ചെയ്യുന്ന ഗേൾസിൻ്റെ എണ്ണം കൂട്ടണം. ഇതേ ഉള്ള വഴി. ഇനി ഞാൻ വേറെ കാര്യം പറയാം. അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങളോട് മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെന്നല്ല, നിങ്ങൾ ചിലപ്പം വിചാരിക്കുമായിരിക്കും വേറെ ആളുകളോടൊക്കെ മിണ്ടുന്ന കാണും, ബന്ധുക്കളോടോ അല്ലെങ്കിൽ പരിചയക്കാരോടൊക്കെ മിണ്ടുന്ന കാണും. നിങ്ങളോട് മാത്രം വലിയ മിണ്ടുവോ മിണ്ടത്തില്ല ഡൗട്ടുള്ള ഒരു 10 ഗേൾസിനോട് ഞാൻ പറയുകയാണ്. 10 ഗേൾസ് ഞാൻ അടിച്ച് പറയുക. 10 ഗേൾസിനോട് മിണ്ടി നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ പെണ്ണുങ്ങൾ മിണ്ടാതെ വീർപ്പിച്ചിരിക്കുന്നതൊക്കെ. ചെന്ന് മിണ്ടുമ്പോൾ അപ്പോഴ് നമ്മൾ വിചാരിക്കുക ഈ പെണ്ണാണ് കുറച്ച് മുമ്പേ മിണ്ടാതെ വീർപ്പിച്ചിരുന്നത് എന്ന് ചിന്തിച്ചു പോകും. അതായത് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അതായത് ഈ തൊട്ടടുത്തിരിക്കുന്ന കേളായിരിക്കും, തൊട്ടടുത്ത് കസേര ഇരിക്കുന്ന കേളായിരിക്കും ആശുപത്രിയിലൊക്കെ വരുമ്പോൾ അടുത്തുള്ളവരോടൊക്കെ മിണ്ടും, ഫോണിലൊക്കെ സംസാരിക്കും. അപ്പോൾ മനസ്സിലാവും എല്ലാവരോടും മിണ്ടുന്ന കേളാണ്. എന്നോട് മിണ്ടോ ഞാൻ ഒന്നും ആലോചിക്കത്തില്ല. ഞാൻ ചോദിക്കും ആർക്ക് വയ്യാതെ വന്നതാണ്, പനിയായിട്ട് വന്നതെന്ന് ജസ്റ്റ് ചോദിക്കും. അപ്പോഴവർ അല്ല പനിയായിട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ആലോചിക്കാം ഇതിനോടാണ് ഇത്ര 1/4 മണിക്കൂർ ഞാൻ മിണ്ടാതെ വായുമ്പോഴൊന്നും ഇവിടെ ഇരുന്ന് എന്ന് ആലോചിക്കും. പോകാൻ നേരം ആയിരിക്കും ജസ്റ്റ് മിണ്ടുന്നത്, പോകാറായി ഇനിയെങ്കിലും മിണ്ടണം എന്നുള്ളൊരു ഐഡിയയിൽ മിണ്ടുമ്പോഴാലോചിക്കുന്നത് പക്ഷേ ഇതിനോടാവുന്നു ഇത്ര നേരം ഞാൻ മിണ്ടായിരുന്നതെന്ന് ആലോചിക്കും. നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ട്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിൽ നിന്ന് നിങ്ങളോട് നല്ലപോലെ മിണ്ടുന്നതിൽ നല്ലൊരെണ്ണത്തിന് എടുക്കുക. അപ്പോൾ പെണ്ണുങ്ങളെ റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഉറപ്പായിട്ടും താഴോട്ട് പോകും. ഓക്കെ, അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കിട്ടാത്ത സാധനത്തിന്, അതായത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. ഹ്യൂമൻ ബ്രെയിന് നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഗുണമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുന്നത്. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം കംപ്ലീറ്റ് ആവാതിരുന്ന എപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കാര്യം വായിച്ച് വരുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ അടുത്ത എന്താ അത് ഇനി എന്തുമായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ ബ്രെയിന് ആ സിനിമയുടെ ബാക്കി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ചിന്തിച്ച് തല പോകുന്നതുകൊണ്ടായിരിക്കും. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ വേണ്ട, ഇത് തന്നെ മതി. അപ്പോൾ നിങ്ങൾ ഒരു 10 ഗേൾസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് റിസൾട്ട് കിട്ടി. 11ാമത്തെ ഗേൾസ് നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ, ഓക്കെ, നിങ്ങളൊരാണായിട്ട് പോലും കാണാത്ത രീതിയിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതെ പോയാൽ എന്ത് ഫീലാവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിനകത്ത് നിങ്ങളുടെ കൺട്രോളും വിട്ടിട്ട് ഒരു കാര്യം നടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്, നിങ്ങളുടെ കോൺഫിഡൻസ് ഉറപ്പായിട്ടും താഴുമെന്ന്. നിങ്ങളുടെ കൺട്രോൾ വിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗേൾസിനെ ആലോചിക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാം പൂർത്തിയായല്ലോ. അതായത് ചെല്ലുന്നു, അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങളോട് തിരിച്ച് മിണ്ടുന്നു. നിങ്ങളോട് ലൈൻ അടിക്കണമെന്നില്ല, തിരിച്ചൊന്നും മിണ്ടുന്നല്ല, തിരിച്ച് നിങ്ങളെ നോക്കുന്നു. ഇത്ര ആയി കഴിയുമ്പോൾ ആ പ്രോസസ്സ് പൂർത്തിയായി. തലച്ചോറ് സന്തോഷിക്കും, ഓക്കെ ഈ കാര്യം പൂർത്തിയായി എന്ന് ചിന്തിക്കും. പക്ഷേ മറ്റേ പെണ്ണിനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടത്തില്ല. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കുന്നു, ഐ കോണ്ടാക്റ്റ് വെച്ചിട്ട് സാധാരണ പോലെ പിന്നെ അവൾ ബസ് കയറി പോയാലോ നിങ്ങൾക്ക് കുഴപ്പമില്ല, എന്നാലും അത് പൂർത്തിയായെന്ന് പറയാം. പക്ഷേ അത് കംപ്ലീറ്റ് ആവാത്ത സാധനമായതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു കേളാണെങ്കിൽ പറയാൻ വേണ്ട, നിങ്ങൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കണ്ടിട്ട് പോകുന്ന പെണ്ണാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ആ സമയത്തേ ഉള്ളൂ. അപ്പോഴെന്നാലും നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നൊരു കേളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഇതായിരിക്കും. ഓക്കെ, ഇപ്പോൾ കൺസൾട്ടിങ്ങിന് അല്ലാതെ വരുന്ന ക്ലയൻസൊക്കെ പറയുന്നേക്കാം, ബ്രോ എന്നോട് വേറൊരു പെണ്ണ് മിണ്ടുന്നുണ്ട്, അവളെനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, എനിക്കൊന്നും തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ കാമുകി ഒഴിവാക്കി പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാതിരിക്കാനേ പറ്റുന്നില്ല എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ബ്രെയിന് അത് ഫുള്ള് ആ പ്രോസസ്സ് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ബ്രെയിൻ അതിലേ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ പെണ്ണാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടി, ഒരു എഫേർട്ട് കൊടുക്കാതെ ആ പയ്യന് നല്ല അറ്റൻഷനും കെയറൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പയ്യന് അതൊരു വലിയ കാര്യമായിട്ട് തോന്നത്തില്ല. ഓക്കെ, അത് ഓൾറെഡി ബ്രെയിന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ബ്രെയിനിന് അതുകൊണ്ട് അതിലൊരു താല്പര്യം കാണത്തില്ല. മറ്റേ പെണ്ണാണെങ്കിലോ അവൾ അകന്ന് നോക്കിക്കൊണ്ടിരിക്കും, ആ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ഓക്കെ, അത് സോൾവ് ആവാതെ കിടക്കുന്ന പസില. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഇൻസെക്യൂരിറ്റി വന്നുകൊണ്ടിരിക്കും. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഗേൾസിനെ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റിങ്ങിനൊക്കെ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ 10 റോസാപ്പൂ പറിക്കുമ്പോൾ മുള്ളു കൊണ്ട് കയറുന്ന പോലെ നിങ്ങൾക്ക് റിജക്ഷൻ ഉറപ്പായിട്ടും കിട്ടും. അന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവല്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കണം, എൻ്റെ ബ്രെയിൻ ഇങ്ങനെയാണ്, ഇത് കംപ്ലീറ്റ് ആവത്തോണ്ട് എനിക്ക് തന്നെ തോന്നുന്നത് ഇതൊരു ഇല്യൂഷനാണ്, ഇത് ഹ്യൂമൻ ബിഹേവിയർ ഇങ്ങനെയായിട്ട് തോന്നുന്നതാണ്, എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് അവളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമോ, അതെടുത്ത് എൻ്റെ തലയിൽ കൊട്ടാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഐഡിയയിൽ നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് നിൽക്കണം. ഓക്കെ, എൻ്റെ തലയ്ക്കകത്ത് ആരും കൊണ്ട് ഒരു നെഗറ്റീവ് എടുത്ത് കൊട്ടണ്ട എന്നുള്ളൊരു ഐഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വേർഡ്സാണ് നിങ്ങളുടെ ചിന്ത മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഗേൾ റോഡായിട്ട് പെരുമാറിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? ഓക്കെ, ഈ സൈക്കോളജി അറിയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ എനിക്കറിയാം ഒരു ഗേളിനോട് മിണ്ടുന്ന റിസൾട്ട് കിട്ടുന്നില്ല, ആ ഒരു ഗേൾ എന്നെ അവോയ്ഡ് ചെയ്ത് എപ്പോഴായാലും റിസൾട്ട് കിട്ടുന്നില്ല, എൻ്റെ മിസ്റ്റേക്ക്, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്.
ഓപ്പോസിറ്റ് ജെൻഡർ നമ്മളെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മിസ്റ്റേക്കാണ്, ഇതാ സത്യം. പക്ഷേ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, നമ്മളെന്ത് ചെയ്യും, ആങ്സൈറ്റി ഓരോന്നൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഞാനെന്ത് തെറ്റാണ് ചെയ്തത്, ഞാനത് തെറ്റായത്. അപ്പോൾ നിങ്ങൾ നോക്കണം. ഓക്കെ, പ്രോസസ്സെല്ലാം ഞാൻ ഒരുവിധം ഇതായിട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങളെല്ലാം ഞാൻ പക്കയായിട്ട് ചെയ്തുകൊണ്ട് എന്നിട്ട് റിജക്റ്റ് ചെയ്തെങ്കിൽ അത് അവളുടെ മിസ്റ്റേക്ക്. ഓക്കെ, അവളുടെ ഭാഗത്തുള്ള ഇതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ആൾ എന്നുള്ളൊരു ഐഡിയയിൽ പോകണം. നിങ്ങൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാതെ അത് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബ്രെയിനിന് ഫോമോ വരും. അതായത് അത് മിസ്സായി പോകല്ലോ, പോയി ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവാത്ത പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ ബ്രെയിൻ തന്നെ. ഓക്കെ, അതായത് എനിക്ക് ആ കുറവില്ലാത്തതുകൊണ്ടോ, എനിക്ക് ഈ കുറവില്ലാത്തതുകൊണ്ടോ, നിങ്ങൾ തന്നെ ലോജിക്കായിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കും, എനിക്കതില്ല അല്ലെങ്കിൽ ഇതില്ല, അതുകൊണ്ട് അവൾ ചെയ്ത്, അല്ലെങ്കിൽ അവളെൻ്റെ ചെരുപ്പിൽ നോക്കി, ചെരുപ്പ് കൊള്ളത്തില്ല, അത് ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസോട് പോകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നെക്സ്റ്റ് ഒരു ഗേൾ വരുമെന്ന് വെച്ചാൽ, ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു പോകുന്നു. അവിടെ വെച്ച് ഒരു ഗേൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചോ, അവൾ സത്യത്തിൽ നിങ്ങളെ കണ്ടാൽ ഇമ്പ്രസ് ആകുമെങ്കിൽ പോലും നിങ്ങൾ മറ്റേ പെണ്ണ് റിജക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് നിങ്ങളെ തന്നെ ഒരു ഏലിയനായിട്ട്, അയ്യോ എന്നെ ആരും നോക്കുന്നില്ല എന്നൊരു ഐഡിയയിൽ വരുമ്പം, യഥാർത്ഥത്തിൽ നിങ്ങളെ കണ്ട് നോക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഗേളിനെ പോലും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ പറ്റത്തില്ല, ഈ റിജക്റ്റ് ചെയ്തത് കാരണം. ഓക്കെ, ഇനി ഇതിൽ തന്നെ പറയേണ്ട വേറെ കാര്യമുണ്ട്, ബോറിങ് വിത്ത് റോങ് പ്ലേസ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പേഴ്സണലി എനിക്ക് വന്നു, എൻ്റെ കോൺഫിഡൻസ് ഇടയ്ക്ക് വെച്ച് മൊത്തത്തിൽ അങ്ങ് പോയി. അതായത് മുമ്പ് ഒരു വർഷം, ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യം, എൻ്റെ ഫസ്റ്റ് ചാനലും തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യം. ഞാൻ ആലോചിച്ച് നോക്കി, എൻ്റെ കോൺഫിഡൻസൊക്കെ അവിടെ പോയി. തുടക്കത്തിലാണ് ഞാൻ നല്ല രീതിയിൽ ഐ കോണ്ടാക്റ്റ് നോക്കാൻ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വയ്ക്കുമായിരുന്നു. ഇങ്ങോട്ട് ഇമ്പ്രസ് ആയിട്ടുമുണ്ട്, എന്നെക്കാളും ഭംഗിയുള്ള ഗേൾസിനെ വയ്ക്കുമായിരുന്നു, അപ്രോച്ചൊക്കെ അടിപൊളിയായിട്ട് വന്നു. ഇപ്പോൾ ഐ കോണ്ടാക്റ്റ് വെക്കുമ്പോൾ തന്നെ എല്ലാം പോകുന്നു എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഞാനിപ്പം എനിക്ക് മുമ്പാണെങ്കിൽ ഞാൻ വളച്ചിട്ടുള്ള ടൈപ്പ് ഗേൾസിനെ വന്നാലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ ഞാൻ അപ്രോച്ച് ചെയ്യത്തില്ല, ഞാനങ്ങ് പോകും. ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ കുറച്ച് നാളാണെങ്കിൽ എന്നെക്കാളും ഒരുപാട് ഈ എറണാകുളത്തൊക്കെ എറണാകുളത്ത് സൈഡിൽ നൈറ്റ് സമയത്ത് ഞാൻ പുറത്ത് പോകായിരുന്നു. എന്നെക്കാളും ഒരുപാട് റിച്ച് ആയിട്ടുള്ളത്, എന്നെക്കാളും ഇപ്പോൾ ജോളിയായിട്ട്, ഞാനാണെങ്കിൽ ഈ ഒരുപാട് ഫാഷനായിട്ട് ഡ്രസ്സ് എടുത്തില്ല, അങ്ങനെ എടുത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എറണാകുളം സൈഡിലൊക്കെ ആണെങ്കിൽ, ഇപ്പം രാത്രിയൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ചായ കുടിക്കും. അവിടെ പോയി ഞാൻ ചായ കുടിക്കും. അവിടെയൊക്കെയുള്ള ഗേൾസിനെ നോക്കും, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത ഗേൾസ് വരും, അവരും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു 5-10 സെറ്റായിട്ട് പല തവണയായിട്ടോ, ഒരു സെക്ഷൻ പെണ്ണുങ്ങൾ വരും, അവർ തിരിച്ചു പോവും, വേറെ സെക്ഷൻ വരും, തിരിച്ചു പോവും. ഒറ്റയ്ക്കുള്ള ഗേൾസ് പോലും നോക്കുന്നില്ലെന്ന്. അപ്പോഴേ എന്തെന്ന് വെച്ചാൽ എൻ്റെ കോൺഫിഡൻസ് പയ്യെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ, നോർമലി ഞാൻ നാട്ടിൻപുറത്തൊക്കെ വന്നിട്ട്, എൻ്റെ വീട്ടിൽ അവിടെ ആയാലും നാട്ടിൻപുറത്തായാലും ഒക്കെ വന്നിട്ട്, ഞാനിപ്പോൾ സ്കൂട്ടറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണുന്ന ഗേൾസിന്, മുമ്പ് എന്നോട് ഇമ്പ്രസ് ആയിട്ടുള്ള ഗേൾസിനെ പോലും എനിക്കാണെങ്കിൽ ഇപ്പം നോക്കാൻ തോന്നുന്നില്ല, കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ തോന്നുന്നില്ല, ഐ കോണ്ടാക്റ്റ് വെക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു. ഞാൻ അപ്പോഴും ആലോചിച്ചത്, ബോറിങ്, അതായത് എനിക്ക് വാല്യൂ കിട്ടാത്തൊരു ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുമ്പത്തെ ചൂണ്ടക്കുളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, മനസ്സിലായി. ഇപ്പം നിങ്ങൾ വരാലിനെ പിടിക്കുന്ന ചൂണ്ടെടുത്ത് തിമിംഗലത്തിനെ പിടിക്കാൻ നോക്കുന്നില്ല. ഓക്കെ, അവനവൻ്റെ വാല്യൂവിനനുസരിച്ചുള്ള എന്ത് ചെയ്യും, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ അതേ വാല്യൂ അല്ലെങ്കിൽ നമ്മളെക്കാളും ലോ ആയിട്ടുള്ളതായിരിക്കും നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഒരു വിലയുള്ളതായിട്ട് തോന്നുന്നത്. മനസ്സിലായി. നമ്മളെക്കാളും ഒരുപാട് വാല്യൂ ഉള്ളതാണെങ്കിൽ നമ്മളെ നോക്കുമ്പോൾ നമ്മളൊരു വിലയില്ലാത്ത പോലെ തോന്നും. മനസ്സിലായി. അപ്പോഴേ എനിക്കത് മനസ്സിലായി. അപ്പോഴേ ഇടയ്ക്ക് ഞാനൊരു റീൽ ഇങ്ങനെയുണ്ട്, അതായത് എന്താണ്, ബി ബോറിങ് വിത്ത് റോങ് പീപ്പിൾ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എനിക്ക് നല്ല കോമഡി പറയാനറിയാം. കോമഡിയെ ഇഷ്ടമല്ലാത്ത ഒരുത്തിനോട് പോയി ഞാൻ കോമഡി പറഞ്ഞാലോ, 100 പേരോട് പറഞ്ഞാലും ആ 100 പേര് ചിരിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കും ആ 100 പേരോട് പറഞ്ഞാൽ അപ്പോൾ 100% റിജക്റ്റ് എന്ന് വിചാരിക്കും. ആ 100 പേര് പറഞ്ഞാൽ 50% പേര് ചിരിച്ചാൽ ഞാൻ, അല്ല 100 പേര് 50 പേര് ചിരിച്ചാൽ ഞാൻ വിചാരിക്കും ഓക്കെ 50% എൻ്റെ കോമഡി കൊള്ളാമെന്ന് ഞാൻ ചിന്തിക്കും. ഓക്കെ, അതായത് റോങ് ആയിട്ടുള്ള ആളിൽ ഞാൻ നടത്തുന്ന എക്സ്പെരിമെൻ്റ് പോലെ ഇരിക്കും. മനസ്സിലായേ? അപ്പം നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ റോങ് പീപ്പിളായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് എന്ന് പറയല്ലേ, റോങ് പീപ്പിളായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരാളുമായിട്ടല്ല നിങ്ങൾ ഇത് ചെയ്യാൻ കോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നിങ്ങൾ റിജക്ഷനേ കിട്ടത്തുള്ളൂ. മനസ്സിലായേ? അതുപോലെ ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരാളുടെ ഒരു റീൽ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ എടുത്തപ്പോൾ, ഇത് തന്നെ ബി ബോറിങ് വിത്ത് റോങ് പീപ്പിൾ എന്ന് പറഞ്ഞത്, എന്തോ നീ ഒരു മുതലാടാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റോങ് ആയിട്ടുള്ള ആളിൻ്റെ മുമ്പിൽ ചെന്ന് അറ്റൻഷൻ പിടിക്കാൻ നോക്കാതെ, മനസ്സിലായി, നിങ്ങളൊരു മുതലാണ്, അത് അറിഞ്ഞു വെക്ക്. നിങ്ങൾ തന്നെ നോക്ക്. നിങ്ങളിപ്പോൾ പുറത്തിറങ്ങുന്നത്, പലയിടത്ത് പോകുന്നത്, നിങ്ങളെ ഗേൾസൊക്കെ എങ്ങനെ നോക്കുന്നത്? ഓക്കെ, ഏത് ടൈപ്പ് ഗേൾസാണ്?
എന്തോ അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ചിലപ്പോൾ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഗേൾസായിരിക്കും നിങ്ങളെ നോക്കുന്നത്. അല്ലെങ്കിൽ കോളേജ്. ഓക്കെ, ഇപ്പം വേറെ രീതി ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നിങ്ങൾ ഏതോ ഗേൾസ് കോളേജ് ഉണ്ടല്ലോ, ഗേൾസ് കോളേജ്, അതായത് ആണുങ്ങളില്ലാത്ത പെണ്ണുങ്ങൾ മാത്രമുള്ള കോളേജ്. അത് ആണുങ്ങളുടെ ഡിമാൻഡ് കുറവുള്ള, ഇപ്പോൾ ചില ബസ് സ്റ്റാൻഡൊക്കെ തിരുവല്ല അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു അറിവ്, തിരുവല്ല ബസ് സ്റ്റാൻഡിലൊക്കെ ആണുങ്ങളുടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അതുപോലെ അവിടെയൊക്കെ നിങ്ങൾ പോകാൻ നോക്കുക. ഓക്കെ, മനസ്സിലായി? പെണ്ണുങ്ങൾ ആദ്യമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ആദ്യം മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. കുറേ നാൾ കഴിഞ്ഞ് എങ്ങനത്തെ ഇതിലാണ് നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അവിടെ നിങ്ങൾ നിങ്ങളുടെ ടൈം, ഓക്കെ, നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റാത്തടുത്ത് പോയിട്ട് അവരെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് തലപോഞ്ഞ് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും അതേ സമയം കൊണ്ട് നിങ്ങളെ ഗേൾസൊക്കെ നോക്കുന്നുണ്ട് എന്ന് തോന്നുന്നൊരിതുണ്ടല്ലോ, അവിടെ കൊണ്ട് നിങ്ങളിടും. മനസ്സിലായി? എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണെങ്കിലും തെറ്റായിട്ടുള്ളടത്ത് യൂസ് ചെയ്താൽ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഫ്രീ ഫയർ, മിനിമിൽഷ, അതുപോലെ ഞാൻ മിനിമിൽഷ കളിച്ചിട്ടുണ്ട്, ഫ്രീ ഫയർ കളിച്ചിട്ടില്ല. എന്നാലും ഇപ്പോൾ സ്നൈപ്പർ ഉപയോഗിക്കേണ്ടടുത്ത് സ്നൈപ്പർ ഉപയോഗിക്കണം. ഓക്കെ, അല്ലാതെ നിങ്ങൾ തമ്മിൽ തൊട്ടടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്നൈപ്പർ ഉപയോഗിച്ചാൽ എന്ത് പറ്റും? സ്നൈപ്പർ എത്ര പവർഫുള്ളാണെന്ന് നമുക്കറിയാം. അത് ആവശ്യമുള്ള ഫീൽഡിൽ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയുന്നത്. നിങ്ങൾ തൊട്ടടുത്ത് നിന്നിട്ട് സ്നൈപ്പർ വെച്ചിട്ട് എവിടെയൊക്കെ നിന്ന് എന്ത് പറ്റും? മനസ്സിലായി? അതായത് കറക്റ്റായിട്ടുള്ളൊരു ടൂള് കറക്റ്റായിട്ടുള്ളടത്ത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞ പോലെ, നിങ്ങളുടെ എന്ത് പവർ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് എത്ര കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ലൊക്കേഷനെ പോയി യൂസ് ചെയ്യുന്നത്, തെറ്റായിട്ട് റിസൾട്ട് കിട്ടുന്നിടത്ത് തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്താൽ എന്ത് പറ്റും? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിവുമില്ല ഒന്നും അല്ലെന്ന് ചിന്തിക്കുക. മനസ്സിലായോ? നിങ്ങൾ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നിടത്ത് വിട്ടിട്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നിടത്ത് അവിടെ നിങ്ങളുടെ കഴിവെല്ലാം ഉപയോഗിക്കുക. നീ ഒരു മുതലാടാ, അത് അറിഞ്ഞു വെക്കുക. അപ്പം പെണ്ണുങ്ങളുടെ ഈഗോയും അതുപോലെ പാവം പിടിച്ച നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെങ്കിൽ പറ. ഫസ്റ്റ് തന്നെ ചിലപ്പം നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും എടുത്ത് കേൾക്ക്. ഒരു വട്ടം കേട്ടിട്ട് മനസ്സിലായില്ല, രണ്ടാമതും കേൾക്ക്. കാരണം ഒരാൾ തന്നെ തലതിരിച്ചും മറിച്ചും കാണിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്തേക്ക്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡെസിഷൻ എടുക്കാൻ പറ്റും. അപ്പം ഇതുവരെ കേട്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്ക്. കൂട്ടി കളിച്ച് പാറ്, കണക്കെല്ലാം ശരിയാ വരും.